ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു മിനി വ്ളോഗല്ല, ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ പിന്നാമ്പറം കേട്ടോ, അങ്ങനെയാണ് പറയുന്നത്. അതിനുശേഷം ഞാൻ ഒരു ഫേസ് വാഷ് ഇടുന്നുണ്ട്. നാച്ചുറൽ ഗ്ലോയുടെ ഒരു ഫേസ് വാഷ് ഇട്ട് തേക്കുന്ന മോൻ കഴുകാണ്. പല്ല് തേക്കുന്ന ആ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് പിന്നെ ഫേസ് വാഷ് ഇടുന്ന ഈ ക്ലിപ്പ് ഇടാമെന്ന് പറഞ്ഞത്. പിന്നെ ഈ ഊളക്കോലത്തിൽ നിൽക്കുന്ന കാരണം ഞാൻ ഉറക്കത്തിൽ എണീച്ചിട്ട് തലമുടി കെട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂട്ടാമെന്നും പറഞ്ഞാണ് ഞാൻ ഈ മോൻ കഴുകണ ക്ലിപ്പ് ആഡ് ചെയ്തത്. എൻ്റെ അനിയത്തിയാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ അതിന് ശേഷം ആ ഫേസ് വാഷ് ഇട്ട് ഒന്ന് മോൾക്ക് കഴിഞ്ഞിട്ട് കണ്ണാടിയുടെ മുമ്പ് വെച്ച് കുറച്ച് ഷോയിങ്. എൻ്റെ അനിയത്തി കൂടെ ഉണ്ട്. അതിനുശേഷം എൻ്റെ പ്രോപ്പർ സ്കിൻ കെയർ ചെയ്യാണ്. ഇത് ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി ഫേസ് സെറാണ്. ഞാനത് ഫേസ് ഒന്നും ഇടുന്നുണ്ട്, ഞാൻ ഇന്ന് ഇടാറുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു ഗെറ്റ് റെഡി മീ കൂടെ ആവാൻ വിചാരിച്ചു. അതിനുശേഷം കളേഴ്സ് ബാറിൻ്റെ ഒരു ലെമൺ ഒരു ഫ്ലേവർ ആണെന്ന് തോന്നുന്നു, നല്ല മണമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ ഇടുന്നത് ഫേസിൽ. അതിനുശേഷം സൺസ്ക്രീൻ ഇടുന്നു, ലോട്ടസിൻ്റെ. ഇത് അത്ര അങ്ങോട്ട് നല്ലതല്ല, എന്നാലും ഇത് മാത്രമേ ഉള്ളൂ തൽക്കാലത്തേക്ക്, ഇതേ ഉള്ളൂ കയ്യിൽ ഈ സൺസ്ക്രീൻ. തൽക്കാലത്തേക്ക് അതിടാന്ന് വിചാരിച്ചു. അവൾ വന്ന് എത്തി വെക്കൊണ്ടിരിക്കുകയാണ്. അവളും ഞാനും അത് ഇടുന്നുണ്ട്. നല്ല രീതിയിൽ കിട്ടാലും എങ്ങനെ കിട്ടാലും ആ ഫേസിൽ ഒരു ഗ്ലോ ഒക്കെ ആ സമയത്ത് കാണും, പക്ഷേ ലോങ് ലാസ്റ്റിംഗ് അല്ല. പിന്നെ സൺറൈസ് അടിക്കും പെട്ടെന്ന് ഫേസ് കയറി ടാൻ ആവുകയും അതിൻ്റെ. പിന്നെ പോൺസിൻ്റെ BB ക്രീമാണ്. അത് ഇട്ടപ്പോൾ കുറച്ച് കുട്ടിയടിച്ചതുപോലെ തോന്നി. എന്നാലും കുഴപ്പമില്ല, പൗഡർ ഇടാം. ഇത് നോർമൽ ടാൽക്കൻ പൗഡറാണ്, ഞാൻ ഓൺലൈനിൽ ഇടുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ സ്പോഞ്ച് ഉണ്ട്, ഞാൻ സാധാരണ സ്പോഞ്ച് വെച്ചാണ് ഇടുന്നത്. തൽക്കാലത്ത് ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. തലേന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണത്തില്ലല്ലോ. അടുത്ത് ഇനിയിപ്പോൾ ഐഷാഡോയാണ് വേണ്ട. എൻ്റെ കയ്യിൽ സ്കിൻ കളർ ഉണ്ടായിരുന്നു, അത് പോയി, അത് തീർന്നു പോയി, അത് ഇളകി പോയതാണ്. ഇനിയിപ്പോൾ അത് എടുത്തിടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു റെഡ് കളർ ഇടുന്നുണ്ട്, ഒരു റെഡ് പിങ്ക് പോലത്തേക്കൊരു കളർ, അതാണ് ഇടുന്നത്. അതിന് ശേഷം എൻ്റെ അനിയത്തി ലിപ്പം ഇടുന്നുണ്ട്. അവൾ മറ്റേ റോസ് കളർ ലിപ്പാമാണ് ഇടുന്നത്. ഞാൻ വാസ്ലിനാണ് ഇടുന്നത്. ലിപ്സ്റ്റിക് ഇടാനുള്ളതല്ലേ, അതുകൊണ്ട് ഇതിടാൻ വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ അതാണ് ഇടുന്നത്. ഇതിനൊക്കെ നല്ല ചുണ്ട് നല്ല മോയ്സ്ചറൈസ് ആയിരിക്കും. ചുണ്ട് പെട്ടെന്ന് ഡ്രൈ ആവില്ല, ഡാർക്കും ആവും. അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ ലിപ് ബാം ഇട്ടത് വലിയ കാരണം. പിന്നെ ലിപ് ക്ലീനർ ഇടുമ്പോൾ കുറച്ച് ബ്ലെൻഡബിളായിട്ട് പെട്ടെന്ന് ബ്ലെൻഡ് ആവും ലിപ് ക്ലീനറും കൂടി ആയിട്ട്. അപ്പം നമുക്ക് നല്ല ലിപ് കോംബോ കിട്ടും. അപ്പോൾ അതിന് വേണ്ടി കൂടിയാണ് ഞാൻ ലിപ് ബാം ഇടുന്നത്. ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഈ ശബ്ദം പോയിരിക്കണം, അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടോ. ലിപ്സ് കണ്ടോ, നല്ല അടിപൊളിയായി. ഇപ്പം ലിപ്സ്റ്റിക് കൂടി ഇട്ടു. എൻ്റെ ബേബയുടെ മൂസ് ലിപ്സ്റ്റിക് കാണാനില്ല ഗേസ്, അതുകൊണ്ടാണ്. ഇപ്പോൾ നേരത്തെ കട്ടിങ് ക്ലാരിറ്റി ഇല്ലേ, ഇങ്ങോട്ട് നിന്നോണ്ടാണ്. ഇവിടെ നിന്ന് കെട്ടെടുത്ത് എടുത്താൽ മതി എന്നൊന്ന് പിന്നെ ആലോചിച്ചു. പിന്നെ അന്വേഷിച്ച് ഐലൈനർ കണ്ടുപിടിച്ചു. പിന്നെ അതിന് ശേഷം ഫൈനൽ ലുക്ക് കാണാം. നേരത്തെ കട്ടിങ് കൊള്ളത്തില്ല ഗേസ്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കമൻറ്റ് ചെയ്യാം. അതിനുശേഷം പിന്നെ കുറച്ച് ഷോയിങ് ഉണ്ടല്ലോ. അപ്പം അമ്മ ഐലൈനർ വരച്ചുകൊണ്ടിരിക്കണം അവിടെ. പിന്നെ എനിക്ക് ഇതാ സൗന്ദര്യം നോക്കണം കണ്ണാടിയിൽ. ലിപ്സ്റ്റിക് ഇട്ടിട്ട് കൊള്ളാവോ എന്ന് നോക്കുകയാണ്. ലിപ്സ്റ്റിക് കേട്ടോ, ഇതാണ് എൻ്റെ ബെഡിൽ എല്ലാം വലിച്ചരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയണേ. കണ്ടോ, ഇവിടെ ഫുള്ളും അലങ്കോലം ഇട്ടിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം നമ്മളൊരു പ്യൂപ്പർട്ടി ഫംഗ്ഷന് പോയിട്ട് വേണം. അതിനുശേഷം നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഡാഡി വന്നപ്പോൾ മെലഡിയുടെ ഒരു 100 രൂപയുടെ പാക്കറ്റ് വാങ്ങിച്ചു. എൻ്റെ വല്യമ്മേനെ മോളാണ് അടുത്തിന്. അച്ഛൻ അവിടെ ഇരിക്കുകയാണ്. പിന്നെ ഒരു ബർഗർ, നമ്മുടെ കടയിൽ കിട്ടുന്ന ലോക്കൽ തല ബർഗറാണ്, നല്ല നല്ല ടേസ്റ്റിയാണ് കേട്ടോ, അതും കിട്ടി. പിന്നെ ഒരു ഡയറി മിൽക്കുണ്ട്. പിന്നെ വീടിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഇത്. അമ്മുമ്മ അവിടെ സ്റ്റെപ്പ് തൂത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് അയൽവാസിയോട് കഥയും പറഞ്ഞുകൊണ്ടാണ് തൂക്കുന്നത്. എൻ്റെ അനിയത്തി ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് അപ്പുറത്തെ മതിൽ ചാടി വരികയാണ്. വല്യമ്മേലെ മോളും അവിടെ നിന്ന് ചാടാണ്. പിന്നെ കണ്ടോ മേശപ്പുറം, ഇങ്ങനെ നാളെ കേക്ക് കട്ട് ചെയ്യുന്ന ആ മേശപ്പുറത്ത് നിന്നാണ്. എന്നിട്ട് മേശപ്പുറം കിടക്കുന്നുണ്ടോ മിഷ്യനും പിന്നെ എല്ലാം അങ്ങനെ തന്നെ കിടക്കുന്നത്. ഇവിടെ ഒരുത്തി കോമാളിത്തരം കാണിച്ചു. എങ്ങനെയുണ്ട് അവളുടെ കോമാളിത്തരം? പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര കാണുന്നത് എല്ലാവർക്കും